മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും യാക്കോബായ സുറിയാനി സഭയും ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു തർക്കമാണ്. അത് പ്രാഥമികമായി പള്ളി സ്വത്തുക്കളുടെ മേലുള്ള സഭാപരവും ഭരണപരവുമായ നിയന്ത്രണവും അതാത് കാനോനിക്കൽ അവകാശങ്ങളുടെ വ്യാഖ്യാനവും ചുറ്റിപ്പറ്റിയാണ്. ഈ സംഘട്ടനത്തിന് ആഴത്തിലുള്ള ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ വേരുകളുണ്ട്. എന്നാൽ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇത് ഗണ്യമായി വർദ്ധിച്ചു. ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലം നോക്കാം. ചരിത്രപരമായ വിഭജനം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അന്ത്യോക്യ പാത്രിയർക്കീസിനോടുള്ള സഭയുടെ വിധേയത്വത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളെ തുടർന്ന് മലങ്കര സഭ രണ്ട് വിഭാഗങ്ങളായി പിരിഞ്ഞതോടെയാണ് തർക്കം ആരംഭിച്ചത്. 1958-ലെ സുപ്രീം കോടതി വിധി ഏക ഭരണഘടനയ്ക്ക് കീഴിലുള്ള ഐക്യത്തിന് അനുകൂലമായി കോടതി വിധിച്ചുവെങ്കിലും പ്രായോഗിക വ്യത്യാസങ്ങൾ തുടർന്നു. 1970കളും അതിനുമപ്പുറവും സഭയുടെ സ്വത്തുക്കളും അധികാരവും സംബന്ധിച്ച തർക്കങ്ങൾ രൂക്ഷമായതോടെ വിഭാഗങ്ങൾ വീണ്ടും ഔപചാരികമായി വേർപിരിഞ്ഞു. 2017 സുപ്രീം കോടതി വിധി മലങ്കര സഭയുടെ എല്ലാ സ്വത്തുക്കളും 1934ലെ ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടണമെന്ന് ഇന്ത്യൻ സുപ്രീം കോടതി വിധിച്ചു. ഫലപ്രദമായി ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി. ഈ തീരുമാനം യാക്കോബായ ഇടവകകൾ ഓർത്തഡോക്സ് സഭയുടെ നിയന്ത്രണത്തിൽ വരണമെന്ന് നിർബന്ധമാക്കി. ഇത് സംഘർഷങ്ങൾക്കും തർക്കങ്ങൾക്കുമിടയാക്കി. പല പള്ളികളും സ്വത്തുക്കൾ കൈമാറാൻ വിസമ്മതിച്ചു. വിധിയിൽ അംഗങ്ങളുടെ വികാരങ്ങൾക്കും തിരഞ്ഞെടുപ്പുകൾക്കും നിരക്കുന്നതല്ലെന്നാണ് യാക്കോബായ സഭയുടെ വാദം. വിധി നടപ്പാക്കാൻ അധികാരികൾ ശ്രമിച്ചപ്പോൾ പ്രതിഷേധങ്ങളും ഇടയ്ക്കിടെ സംഘർഷങ്ങളും ഉണ്ടായി. മാറി വന്ന കേരള സർക്കാരുകൾ മധ്യസ്ഥത വഹിക്കാൻ ശ്രമിച്ചെങ്കിലും ശാശ്വതമായ പരിഹാരം കണ്ടില്ല. ഇരുവിഭാഗങ്ങൾക്കും ശക്തമായ ജനപിന്തുണയും ചരിത്രപരമായ അവകാശവാദങ്ങളുമുണ്ട്. നിലവിലെ കണക്കനുസരിച്ച് പല യാക്കോബായ വിശ്വാസികളും പള്ളികളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് താൽക്കാലിക സ്ഥലങ്ങളിൽ ആരാധന ആരംഭിച്ചു. യാക്കോബായ സഭ തങ്ങളുടെ സ്വയംഭരണത്തെക്കുറിച്ച് വാചാലരാകുമ്പോൾ ഓർത്തഡോക്സ് സഭ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പിക്കുന്നത് തുടരുന്നു. അനുരഞ്ജനത്തിനും ദീർഘകാല പരിഹാരത്തിനുമുള്ള ശ്രമങ്ങൾ തുടരുന്നു. എന്നാൽ ആഴത്തിൽ വേരൂന്നിയ വ്യത്യാസങ്ങൾ കാരണം വെല്ലുവിളിയായി തുടരുന്നു. എത്രയും പെട്ടെന്ന് ഇരുസഭകൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഒരു സഭയായി മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.